ഗോൾഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് കയറിയിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഗോൾഡിന് താല്പര്യമാണ്. പക്ഷേ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം 2 വർഷം മുന്നായിരുന്നു. 2 വർഷം മുന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറിയപ്പോൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇനി കയറും ഇറങ്ങുമെന്നുള്ള നമുക്ക് ടെൻഷനാണ്. ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്തിപ്പം കാറാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ വാങ്ങിക്കുന്നു. ഈ സാധാരണക്കാർക്ക് ഇതൊന്നും പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും എളുപ്പമുണ്ടോ? വെരി സിമ്പിൾ. ഒരു ഭാഗത്ത് 10% കൂട്ടി നിങ്ങൾ EMI അടക്കി, വേറെ 10% എടുത്ത് SIP അടക്കി. 45 മാസം എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 4 വർഷത്തിന് മുന്നേ നിങ്ങൾക്ക് ലോൺ തീർക്കാൻ പറ്റും. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് തന്നെ പറയുന്നത് നല്ലതാണ്. പക്ഷേ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതാണെന്നാണ് ക്വസ്റ്റ്യൻ. ചില ആൾക്കാർക്ക് 20-ാം തീയതി ആകുമ്പോഴേക്കും 0 ബാലൻസിലായിരിക്കും ഓടുന്നത്. പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കുന്നത്. ആ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താ? ആ ക്രെഡിറ്റ് കാർഡ് വീട്ടാന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. ഈ കരിയർ വിട്ടു എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് അടുത്ത കരിയറിലേക്ക് മാറണം, എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന്. ആ ഡിസിഷൻ പലർക്കും എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം വെച്ചാൽ ഒരു മാസം അങ്ങനെ റൺ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. ഒരു മിഡിൽ ക്ലാസ് സാലറി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആളുടെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2000 രൂപയായിരിക്കും ആൾക്ക് മാറ്റി വെക്കാനുണ്ടാവുക മന്ത്ലി. ഇനീഷ്യൽ ടൈമിൽ 2000 മാറ്റി വയ്ക്കുക, 500 മാറ്റി വയ്ക്കുക. കോവിഡ് ടൈമിലൊക്കെ പല ഓഫീസിലും 30% സാലറി കട്ട് കിടന്നു. ആരെങ്കിലും വല്ലതും മിണ്ടിയ 5-10 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ശമ്പളത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ കയ്യിൽ നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് 10% നിങ്ങൾ SIP ചെയ്യുക. 90% എടുക്കാൻ പാടുള്ളൂ. അവിടെ നിന്ന് എല്ലാം നേരെയുള്ളൂ. അക്കോർഡിംഗ് ടു യു വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി? നമ്മൾ 100 വർഷം ജീവിച്ചിരുന്നാൽ ഇനി വയസ്സിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ക്യാൻ യു ലീഡ് എ ലൈഫ് യു ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ. Krishna Leela, Joy Alucas, world's favorite jeweler. ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്, നിഖിൽ ഗോപാലകൃഷ്ണൻ. സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു കാജൽ, താങ്ക് യു. ശരിക്കും നമ്മുടെ ഓഡിയൻസിന് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം എന്താണെന്നൊക്കെ ചിലപ്പോൾ തോന്നും. ശരിക്കും എന്താണ് സാറിൻ്റെ ഒരു പ്രൊഫഷൻ, ഇതിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ആ ഒരു ജേർണി ഒന്ന് ആദ്യം തന്നെ പറയാമോ? ഓക്കെ, ഞാനിപ്പോൾ പെൻഡാഡ് സെക്യൂരിറ്റീസ് പറഞ്ഞൊരു ബ്രോക്കിംഗ് ഫേം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ പണിയെന്ന് വെച്ചാൽ ആളുകൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡിമാറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഓക്കെ. ശരിക്കും നമ്മൾ ബാങ്കിൽ പൈസ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് വേണമല്ലോ. അതേമാതിരി ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങണമെങ്കിൽ നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം വേണം. അത് കൊടുക്കലാണ് ഞങ്ങളുടെ പണി. പിന്നെ അതോടൊപ്പം മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ല, അതൊക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് വാങ്ങാൻ പറ്റും. പിന്നെ ഇൻഷുറൻസ്, ഇതെല്ലാവരും വാങ്ങാൻ പറ്റും. അപ്പോൾ ആളുകൾക്ക് പൈസ സംബന്ധമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് സപ്പോർട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ജോലി. അപ്പം ബേസിക്കലി എനിക്ക് LIC അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന ഒരു പേഴ്സണാണ് ഞാൻ. അപ്പം എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് ഞാൻ LICയിലേക്ക് എത്തുന്നത്. ശരിക്കും LIC എന്ന് പറയുന്നത് എത്രത്തോളം സേഫ് ആണ് നമുക്കറിയാം, ബിക്കോസ് ഒരു ഗവൺമെന്റ് ഒരു ഇതാണല്ലോ, സേഫ് ആണ്. അപ്പം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക്, ഞാനൊരു 5 വർഷത്തേക്കാണ് ഇപ്പം ഒരു 3 മാസം കൂടുമ്പോൾ 8000 രൂപ വെച്ചിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു തിരിച്ചു കിട്ടൽ കാര്യങ്ങൾ? നമുക്ക് ഈ ബാക്കി ഇൻവെസ്റ്റ്മെന്റ് വെച്ചിട്ട് LIC ഇൻവെസ്റ്റ്മെന്റ് തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പോൾ ഇത് എനിക്ക് 8000 രൂപ ക്വാർട്ടർലി അടയ്ക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് ശരിക്കും എന്താണ് പോളിസി എന്ന് മനസ്സിലായിട്ടില്ല. അത് തന്നെ പല പോളിസികളുണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാത്തുണ്ട്. എനിക്കത് 5 വർഷം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് അവരുടെ യൂണിറ്റ് ലിങ്ക്ഡ് പോളിസി എന്ന് പറയും, അതായിരിക്കും തോന്നുന്നത്. ഒരു പ്രൊഡക്റ്റ് വാങ്ങാന്ന് പറയുമ്പോൾ ഈ നമ്മൾ കടയിൽ പോയിട്ട് മിഠായി വാങ്ങണ പോലെയല്ല. ഐഡിയലി സ്പീക്കിംഗ് ദിസ് ഇസ് മോർ ലൈക്ക് മെഡിക്കൽ ഷോപ്പിൽ പോയി മരുന്ന് വാങ്ങണ പോലെ. അപ്പം മരുന്ന് വാങ്ങണേക്കാളും പിന്നെ നമ്മളിത് ഡോക്ടറെ അടുത്ത് പോയി നോക്കണം നമ്മുടെ അസുഖം എന്താണെന്നുള്ളത്. അല്ലാണ്ട് നമ്മൾ പോയിട്ട് ആ മരുന്ന് എടുത്തേ, ഇപ്പോൾ നമ്മളിപ്പോൾ പനി വന്നാൽ നമ്മൾ ചിലപ്പോൾ ക്രോസിൻ തരാൻ പറയും. പക്ഷേ നമുക്ക് ഒരു നെഞ്ചുവേദന ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഗ്യാസിൻ്റെ മരുന്നൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇഫ് യു ഹാവ് എനി ഡൗട്ട് കൺസൾട്ട് ചെയ്തിട്ടേ വാങ്ങത്തുള്ളൂ. ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ട് ഇൻഷുറൻസ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും ചെയ്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ആളുകൾ ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും വന്ന് വിളിക്കുന്നത്, എനിക്ക് മ്യൂച്വൽ ഫണ്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് ഇൻഷുറൻസ് വേണമെന്ന് പറഞ്ഞിട്ടായിരിക്കും വിളിക്കുക. അപ്പോൾ ഒന്ന് അവരോട് ചോദിക്കുക ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത്. എന്നിട്ട് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർക്കാണെങ്കിലും വരുമ്പോൾ തന്നെ തൊട്ട് നോക്കാണ്ടെന്നല്ല നോക്കണം, അറ്റ്ലീസ്റ്റ് നമ്മളൊന്ന് ശ്വാസമൊക്കെ നോക്കും. എന്നിട്ടൊക്കെ അല്ലേ അത് ശരിക്കും അതൊരു ഇറ്റ്സ് നോട്ട് എൻ ആക്ട് അല്ലേ, അത് അവർ ജെനുവിൻലി മനസ്സിലാക്കട്ടെ എന്താ പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഈവൻ കാജലിനാണെങ്കിലും പറയാൻ പറ്റില്ല, അതെ എൻ്റെ അയൽവക്കത്തെ ആൻറ്റി ഈ പ്രൊഡക്റ്റ് വാങ്ങി, അപ്പോൾ എനിക്കും വാങ്ങണം എന്നുള്ളത്. അപ്പോൾ സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് കാജൽസ് ആസ്പിറേഷൻസ്, വാട്ട് കാജൽസ് ഇൻകം. ഓക്കെ. ഇപ്പം നമ്മുടെ ഇതിൽ കുറേ അധികം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസ് ഉണ്ട്, സ്റ്റോക്ക് മാർക്കറ്റ്, പ്രോപ്പർട്ടീസ്, ഗോൾഡ്. ഇപ്പോൾ ആളുകൾ കൂടുതലും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറേ അധികം ഇതുണ്ട്. ശരിക്കും ഇതിൻ്റെ മൂന്നിൻ്റെയും ഫ്യൂച്ചർ എന്താ? സ്റ്റോക്ക് മാർക്കറ്റ്, അതുപോലെ ഗോൾഡ്, പ്രോപ്പർട്ടീസ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഫ്യൂച്ചർ നല്ലത് തന്നെ, നോ ഡൗട്ട്, മൂന്നും നല്ലത് തന്നെ. പക്ഷേ
നിങ്ങൾക്ക് നല്ലതാണെന്നാണ് അറിയേണ്ടത്. നിങ്ങളുടെ ആവശ്യം എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും നിങ്ങളുടെ അലൈൻമെൻറ്റായിട്ട് ശരിയാണെന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പം ചില ടൈമിൽ നമ്മൾ പറയും എൻ്റെ അച്ഛനൊരു ബിസിനസ്സുകാരനാവാണെങ്കിൽ നന്നാക്കാമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ എല്ലാ ബിസിനസ്സുകാരും സക്സസ്ഫുള്ളാണ്. ഇനി നമ്മൾ പറയും എൻ്റെ അച്ഛനൊരു സ്വർണ്ണ ബിസിനസ്സുകാരനാണെങ്കിൽ നല്ലതാണെന്നുള്ളത്. എല്ലാ സ്വർണ്ണ ബിസിനസ്സുകാരും നന്നായിട്ടുണ്ടോ? റിയൽ എസ്റ്റേറ്റ്, ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊക്കെ എല്ലാവർക്കും പണ്ടൊക്കെ എങ്ങനെയെങ്കിലും കുറച്ച് പറമ്പ് വാങ്ങിയിടുക എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം പറഞ്ഞാൽ. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ സ്വഭാവങ്ങൾ മാറിയിട്ടുണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ മാറിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ റിയൽ എസ്റ്റേറ്റ് കുറേ ലോണൊക്കെ എടുത്ത് റിയൽ എസ്റ്റേറ്റ് വാങ്ങി വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതൊന്നാമത്തെ കാര്യം, ഒരു ബൾക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ലോൺ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത്, അല്ലെങ്കിൽ നമ്മൾ കുറി വിളിച്ചിട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഇനി ഇതിനിടയിൽ ഇപ്പോൾ ഒരു 50 ലക്ഷത്തിന് ഒരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, നമുക്ക് അടുത്ത മാസം ഒരു 5 ലക്ഷം രൂപ വേണം. അപ്പോൾ നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇത് പണയം വെച്ച് ലോൺ എടുക്കാം, പക്ഷേ നമുക്കിത് ഒരു ചെറിയ പോർഷനായിട്ട് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു സ്വഭാവം മനസ്സിലാക്കിയിട്ടാണ് വാങ്ങണമെന്ന്. ഇറ്റ്സ് വെരി ഗുഡ്. ഇനി ഇക്വിറ്റിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇക്വിറ്റി ഇസ് എ ബ്രില്യൻ പ്രൊഡക്റ്റ് അല്ലേ. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഈ കേരളത്തിൽ നിന്ന് ലിസ്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയുടെ സിഇഒനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ പണിയെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ദേ ആർ ഒരു ബാങ്ക് ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. അപ്പോൾ അവർ FD കൊടുക്കും, ആൾക്കാർക്ക് FDയിൽ ഇൻവെസ്റ്റ് ചെയ്യുക അവർ വന്നിട്ട്. പക്ഷേ അവർ ഏകദേശം 25 വർഷമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റഡാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരിൽ നിന്ന് FD ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നത് ശരിക്കും പറഞ്ഞാൽ അവരിൽ നിന്ന് ഒരു 7%, 8% റിട്ടേൺ കിട്ടിയേനെ. പക്ഷേ അവരെ ഷെയറാണ് വാങ്ങി വെച്ചിരുന്നുണ്ടെങ്കിൽ നമ്മൾ കോടീശ്വരനായനിപ്പോൾ. അപ്പോൾ ആ കമ്പനി നല്ലതായതിൻ്റെ പേരിലാണ്. പക്ഷേ എല്ലാ ഷെയറും വാങ്ങിയിട്ട് കോടീശ്വരനാവാൻ പറ്റില്ല. അപ്പോൾ ആ ഷെയർ നല്ലതാണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണത് നല്ലതാണ്. അപ്പോൾ ഷെയർ നമ്മൾ ഇപ്പോൾ കാജൽ പറയുന്നത്, എനിക്കിപ്പോൾ അടുത്ത വർഷം എനിക്ക് ഒരു കാറ് വാങ്ങണം, എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 2 ലക്ഷം രൂപ കയ്യിലുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ 2 ലക്ഷം രൂപ അടുത്ത വർഷം കാറ് വാങ്ങേണ്ടതാണ്. അത് പറഞ്ഞ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഡബിളാവും എന്നുള്ള ഒരു മോഹത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് അടുത്ത മാസം ഒരു 30% കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 ലക്ഷം ഇരിക്കുന്ന പൈസ 1,40,000 ആവും. അപ്പോൾ നിങ്ങൾക്ക് ടെൻഷനാവും. അപ്പോൾ ഉള്ള കാശ് മൊത്തം പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഇനി ഗോൾഡിൻ്റെ അവസ്ഥ. കാരണം ഗോൾഡ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് കയറിയിരിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എല്ലാവർക്കും ഗോൾഡിൽ താല്പര്യമാണ്. പക്ഷേ ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ടൈം 2 വർഷം മുന്നായിരുന്നു. 2 വർഷം മുന്നാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കയറിയപ്പോൾ കിട്ടും. പക്ഷേ ഇപ്പോൾ ഇനി കയറും ഇറങ്ങുമെന്നുള്ളത് നമുക്ക് ടെൻഷനാണ്. അപ്പോൾ ഇതെല്ലാത്തിൻ്റെയും ആ സ്വഭാവം നമ്മുടെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അലൈൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് ഒത്തിരി സ്റ്റഡി നടത്തിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട സാധനം. ഇപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ എന്നെ പോലത്തെ ആൾക്കാരൊക്കെ വന്നിട്ട് യൂട്യൂബിൽ പറഞ്ഞത് സിമ്പിളാണെന്ന് പറയുമ്പോൾ ഞാൻ സിമ്പിളാണെന്ന് പറയണമെങ്കിലും ഇറ്റ്സ് നോട്ട് ഈസി. ഇതൊരിക്കലും ഈസി അല്ല ഇത് ചെയ്യണത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ സ്വഭാവം മനസ്സിലാക്കി നമ്മൾ നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഇറ്റ്സ് എ വെരി ഗുഡ് തിങ്. ഇപ്പോൾ പലരും കുറേ അധികം ആളുകൾ ലോൺ എടുത്ത് ഒരു ഹ്യൂജ് എമൗണ്ട് ലോൺ എടുത്ത് ഇപ്പം പല കാര്യങ്ങൾ, കാറാണെങ്കിലും വീടാണെങ്കിലും ഒക്കെ വാങ്ങിക്കുന്നു. ഇപ്പം ഒരു 3-4 വർഷത്തേക്ക് ലോൺ അടച്ചു കഴിഞ്ഞാലും അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രമായിരിക്കും ചിലപ്പോൾ അടച്ചു തീരുള്ളൂ. ഈ സാധാരണക്കാർക്ക് ഇതൊന്നും പെട്ടെന്ന് അടച്ചു തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും എളുപ്പവഴി? വെരി സിമ്പിൾ. ഇപ്പോൾ 20 കൊല്ലത്തേക്കുള്ള ലോണാണ് എടുക്കണമെന്ന് വിചാരിക്കും. അത് അടച്ച് പകുതി തീരണേ 15 വർഷം എടുക്കും. ബാക്കി 5 വർഷം, ലാസ്റ്റ് 5 വർഷത്തിലെ ഈ ലോൺ നമ്മൾ ബാക്കി പകുതി തീർക്കുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എസ്പെഷ്യലി 1ാമത്തെ വർഷമൊക്കെ അടച്ചു കഴിയുമ്പോൾ വെറും 2% പ്രിൻസിപ്പളിലേക്ക് പോകുള്ളൂ. 98% പോണത്, ഞാനീ പറഞ്ഞ നമ്പർ ഇത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ആ പൈസ മൊത്തം ഇൻട്രസ്റ്റിലേക്കാണ് പോണത്. അപ്പോൾ അതിൽ ചെയ്യാവുന്ന മാജിക് ഇത്രേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ഒരു അത്ര വലിയൊരു സിറ്റുവേഷനിലായിരിക്കില്ല. നമ്മൾ ഇപ്പോൾ 20 വർഷത്തേക്ക് ലോൺ എടുക്കണമെങ്കിൽ പറ്റുമെങ്കിൽ EMI എമൗണ്ടിൻ്റെ 10% നിങ്ങൾ EMI ആയിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ 40,000 രൂപ ആണെങ്കിൽ 44,000 രൂപ വെച്ചിട്ട് അടയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഓരോ വർഷവും വൃത്തിയായിട്ട് പണിയെടുക്കുക. അപ്പോൾ നിങ്ങളുടെ ശമ്പളം കൂടും. അതിൻ്റെ 10% സാലറി, നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 15% സാലറി ഹൈക്ക് ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ആ ശമ്പളം കൂടുന്ന ടൈമിൽ അടുത്ത 10% കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക, EMI അടയ്ക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഈ 10% കൂട്ടി അടച്ചാൽ തന്നെ നിങ്ങൾക്കിപ്പോൾ 20 വർഷത്തേക്കാണെങ്കിൽ 240 തവണ അടയ്ക്കണം. 20 വർഷത്തെ ലോൺ തീർക്കണമെങ്കിൽ എല്ലാ മാസവും 10% വെച്ച് ഹൈക്ക് ചെയ്ത് ആണ് നിങ്ങൾ EMI അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് 240 തവണയ്ക്ക് പകരമായിട്ട് 195 തവണ നമ്മൾക്ക് തീരും. എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് 45 മാസം എന്ന് പറഞ്ഞാൽ ക്ലോസ് ടു 4 വർഷത്തിന് മുന്നേ നിങ്ങൾക്ക് ലോൺ തീർക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇനി ഈ 10 വർഷം അടയ്ക്കുകയും ചെയ്യണം. നിങ്ങൾക്ക് വൃത്തിയായിട്ട് പണിയെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ബോണസ് കിട്ടും.
അപ്പോൾ 1-2 EMI ഇൻസ്റ്റാൾമെൻറ്റ് എല്ലാ വർഷവും കൂട്ടി പിന്നെ അടയ്ക്കും. അങ്ങനെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 20 വർഷത്തിൽ ലോൺ 10 വർഷത്തിൽ തീർക്കാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഒരു ഭാഗത്ത് 10% കൂട്ടി നിങ്ങൾ EMI അടക്കി, എന്നിട്ട് ആ വേറെ 10% എടുത്ത് SIP അടക്കി. കാരണം ഹോം ലോണിന് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 8%. ഇപ്പുറത്തെ 7%, 8% അതിനിടയിലാണ് നിൽക്കുന്നത്. ഇപ്പുറത്ത് ഒരു 12% നിങ്ങൾക്ക് റിട്ടേൺ SIP കിട്ടും. നല്ല ഇക്വിറ്റി ഫണ്ട് ചൂസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അങ്ങനെയാകുമ്പോൾ ഈ 2 കോമ്പിനേഷനിൽ തന്നെ 10 വർഷം കഴിയുമ്പോഴേക്കും എത്രയാണോ ഇനി ബാക്കി അടയ്ക്കാനുള്ള ഔട്ട്സ്റ്റാൻഡിങ് ലോൺ അതിനേക്കാളും കൂട്ടി SIP വളർന്നിട്ടുണ്ടാവും. അപ്പോൾ SIP കട്ട് ചെയ്തിട്ട് നേരെ ക്ലോസ് കഴിഞ്ഞാൽ 10 വർഷത്തിൽ ലോണും തീരും. അപ്പോൾ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ലോണിൻ്റെ കാര്യത്തിൽ. ആൻഡ് ശരിക്കും EMI അടയ്ക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ ഗുണം എന്നറിയോ, അവർക്ക് അച്ചടക്കമുണ്ട്. ആ അച്ചടക്കം എന്ന് വെച്ചാൽ ലോൺ അടയ്ക്കാനുള്ള അച്ചടക്കം. ഒരു മിഡിൽ ക്ലാസ് സാലറി പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആളുടെ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒരു 2000 രൂപയായിരിക്കും ആൾക്ക് മാറ്റി വെക്കാനുണ്ടാവുക മന്ത്ലി. അങ്ങനെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏതായിരിക്കും ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ? ഒന്നും നോക്കണ്ട, SIP സ്റ്റാർട്ട് ചെയ്യുക. അതിൽ SIP സ്റ്റാർട്ട് ചെയ്താൽ എന്താണെന്ന് വെച്ചാൽ EMI പോലെ നിങ്ങളുടെ ബാങ്കിൽ നിന്ന് കറക്റ്റായിട്ട് പിടിച്ച് പോയിക്കോളും. അപ്പോൾ ഈ 2000 രൂപ മാറ്റി വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മാജിക്. ഇനീഷ്യൽ ടൈമിൽ 2000 മാറ്റി വയ്ക്കുക, 500 മാറ്റി വയ്ക്കുക. ആൻഡ് ഇത് മാറ്റി വയ്ക്കുമ്പോൾ ഏറ്റവും വലിയ ഗുണം എന്താ പറയുക, ഒരു 5-10 മാസം കഴിയുമ്പോൾ നിങ്ങളുടെ ഒരു ശമ്പളത്തിന് ഈക്വലൻ്റ് ആയിട്ടുള്ള പൈസ കയ്യിൽ, ഇത്രയുള്ള റൂള്, നിങ്ങൾക്ക് എത്രയാണോ ശമ്പളം കിട്ടുന്നത് 10% നിങ്ങൾ SIP ചെയ്യുക, 90% എടുക്കാൻ പാടുള്ളൂ. നാളെ നിങ്ങളുടെ കാജലിനോട് ഒന്ന് പറയണം, നിങ്ങളുടെ എംപ്ലോയർ ഒന്ന് പറയണം, അല്ലാതെ നിങ്ങളുടെ എന്തോ ഇതല്ലോ 10% സാലറി കട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ നിങ്ങൾ ദേഷ്യത്തിൽ ജോലി വിടും. വേറെ സ്ഥലത്തൊക്കെ ഉണ്ടെങ്കിൽ ജോലി വിടും. പക്ഷേ ഇഫ് എൻ്റയർ മാർക്കറ്റ് ഈസ് ഡൗൺ. ഇപ്പോൾ കോവിഡ് ടൈമിലൊക്കെ പല ഓഫീസിലും 30% സാലറി കട്ട് കിടന്ന് ആരെങ്കിലും വല്ലതും മിണ്ടിയ. അപ്പോൾ ഇത് തന്നെ സ്വന്തമായിട്ട് കട്ട് ചെയ്യും. നിങ്ങൾ പറഞ്ഞാൽ വെച്ചാൽ എനിക്കിനി 30% ഞാൻ സാലറി കട്ട് എന്നുള്ള രീതിയിൽ SIP ചെയ്യണം. ഇത് SIP ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ചിലപ്പോൾ എനിക്കറിഞ്ഞൂടാ, ഓരോരുത്തരുടെ മാസം പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു 25 ആദ്യമോ അല്ലെങ്കിൽ 20-ാം തീയതി ആകുമ്പോഴേക്കും 0 ബാലൻസിലായിരിക്കും ഓടുന്നത്. എന്ന് വെച്ചാൽ പൈസ ഉണ്ടാവില്ല, പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ജീവിക്കണത്. ആ സൈക്കിളിൽ പോയി കഴിഞ്ഞാൽ അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോൾ തന്നെ ഫസ്റ്റ് റെസ്പോൺസിബിലിറ്റി എന്താ, ആ ക്രെഡിറ്റ് കാർഡ് വീട്ടാന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും നാൾ 25-ാമത്തെ തീയതിയായിരുന്നു നമുക്ക് പൈസ മൊത്തം തരുന്നത്. ഈ ക്രെഡിറ്റ് കാർഡും കൂടി യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് 20-ാം തീയതി ആവും. അപ്പോൾ 10 ദിവസം നമ്മൾ സാലറി ഇല്ലാണ്ട് ചെയ്യേണ്ടി വരും. ആ 10 ദിവസം നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ എന്താ പറയുക, പേ ചെക്ക് ടു പേ ചെക്ക് മാറിയിട്ട് പേ ചെക്ക് ടു ക്രെഡിറ്റ് കാർഡിലേക്ക് ജീവിക്കാൻ തുടങ്ങും. ആൻഡ് ഇറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. അതിന് പകരം ഒരു 10% എനിക്ക് ഇനി തൊട്ട് സാലറി ഇല്ലാന്ന് വിചാരിക്കും, എന്നിട്ട് ആ പൈസ SIP ചെയ്യാൻ. അങ്ങനെ 10% നമ്മുടെ ഇത് സാലറിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ വെച്ചാൽ 10 മാസം കഴിയുമ്പോൾ 1 മാസം ശമ്പളം വെറുതെ ഇരിക്കണ്ടാവും SIPയിൽ. ഒന്ന് ആലോചിച്ച്, ഇപ്പോൾ എത്രയോ ആൾക്കാരുണ്ടാവുന്ന അറിയോ, ശമ്പളം അടുത്ത മാസം വന്നില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ജീവിക്കണം എന്നറിയാത്തവർ. അവർക്ക് എല്ലാവർക്കും ഏറ്റവും ആദ്യമായിട്ട് വേണ്ട കാര്യം വെച്ചാൽ ഈ പറഞ്ഞ 10 മാസം കഴിയുമ്പോൾ 1 മാസം ശമ്പളം വെറുതെ കയ്യിലിരിക്കാന്നുണ്ടെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ഒന്ന് ആലോചിച്ചു. ആൻഡ് അതിനേക്കാളും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും വിചാരം വെച്ചാൽ എനിക്ക് ഐ ക്യാൻ ഹാവ് എ 0 ബാലൻസ് ആണ്. 0 ബാലൻസ് ഉണ്ടാവണം. നമ്മൾ മലയാളികളല്ലേ, ഇത്തിരി കടമൊക്കെ ഉണ്ടാവണം, നാട്ടിൽ ചിലവ് കൂടാണ്, ഇവിടെ ശമ്പളമില്ല, 0 ബാലൻസ് ആവണമെങ്കിൽ എന്താ തെറ്റ് എന്ന് നമ്മൾ തന്നെ നമ്മളെ ഇതൊന്നും പുറത്ത് പറയണ്ടാവില്ല, പക്ഷേ തലയുടെ ബാക്കിൽ പറയണ്ടാവും എല്ലാവരും. അപ്പോൾ അതിനുള്ള ഒരു വഴി എന്ന് വെച്ചാൽ നമ്മുടെ മിനിമം ബാലൻസ് 1 ലക്ഷം ആക്കി വെക്കണം. 1 ലക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 5 0 ഉണ്ട്. പിന്നെ നമ്മുടെ 0 ബാലൻസ് 1 ലക്ഷം ആയി കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ നമുക്ക് ആ 1 ലക്ഷത്തിൽ കുറച്ച് തിങ്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വേഴ്സ് സിറ്റുവേഷനും നമ്മുടെ അടുത്ത് ഈ പറഞ്ഞ 1 ലക്ഷം രൂപ ബാക്കിയുണ്ടാവും. അപ്പോൾ ആ ലെവലിലാണ് നമ്മൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ ഒരു വിചാരിക്കണം, എനിക്കൊരു സുഖമില്ല, 1 മാസം എനിക്ക് ലീവ് എടുക്കണം, അത് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞു ഈ കരിയർ മടുത്തു, എനിക്ക് എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ട് അടുത്ത കരിയറിലേക്ക് മാറണം. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സിന് അവർക്ക് ആ ഡിസിഷൻ പലർക്കും എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം വെച്ചാൽ 1 മാസം അങ്ങനെ റൺ ചെയ്യാൻ പറ്റാത്ത വിഷയമാണ്. അപ്പോൾ ഇങ്ങനൊരു പൈസ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബ്രേക്ക് എടുത്തൂടെ, എന്നിട്ട് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് ചെയ്തുകൂടെ. അപ്പം സോ മണി പ്ലേ എ ബിഗ് റോൾ. കുറേയധികം ചർച്ചകൾ നടക്കുന്ന കാര്യമാണ് ക്രെഡിറ്റ് കാർഡ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത്. ഇപ്പം എൻ്റെ കുറേയധികം ഫ്രണ്ട്സ് തന്നെ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് പണി കിട്ടിയേക്കുന്നവരുണ്ട്. ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ക്രെഡിറ്റ് കാർഡ് ഫസ്റ്റ് തന്നെ പറയുന്നത് നല്ലതാണ്, പക്ഷേ ക്രെഡിറ്റ് കാർഡ് നമ്മൾ യൂസ് ചെയ്യാൻ നല്ലതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഒരു മറ്റേ ആനുവൽ മെയിൻ്റനൻസ് അങ്ങനത്തെ ചാർജസ് ഒന്നും ഇല്ലാത്ത എടുക്കാൻ ശ്രമിക്കുക.
പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ടൈമിൽ നമ്മളൊരു ഇമോഷണൽലെസ് ആയിട്ട് സ്പെൻഡ് ചെയ്യരുത്. ഇതൊരു ബാധ്യതയാക്കി വെക്കരുത്. കാരണം ഞാനിപ്പോൾ പലപ്പോഴും കടമുള്ളവർ നമ്മുടെ ഓഫീസിൽ വിളിക്കുന്ന സമയത്ത് അവരുടെയൊക്കെ യങ്സ്റ്റേഴ്സ് ആണെങ്കിൽ ബിഗിനിങ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കില്ല. എന്നിട്ട് ക്രെഡിറ്റ് കാർഡ് കട്ട് ചെയ്ത് പോകുമ്പോൾ പെർ മന്താണ് ചാർജ് ചെയ്യണം. അപ്പോൾ 2% പെർ മന്ത് വെച്ചാൽ 24% പെർ ഇയർ. അപ്പോൾ അത് പിന്നെ അടയ്ക്കാൻ പറ്റാതെ അവർ പിന്നെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് അടയ്ക്കാൻ പറ്റാണ്ടാവുമ്പോൾ EMI കണ്ടുപിടിക്കും. അങ്ങനെ കുറേ കടങ്ങൾ നമ്മുടെ കയ്യിലാവും. അപ്പോൾ നമ്മുടെ അടുത്തൊരു 4-5 കടങ്ങൾ ക്രെഡിറ്റ് കാർഡ് മുഖേനയാവും. ആ വഴിക്ക് നമ്മൾ ചെയ്യാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും പലരും മിനിമം പൈസ അടച്ചാൽ മതി എന്നാണ്. മിനിമം അല്ല, ഫുൾ അടയ്ക്കണം. മിനിമം പൈസ അടച്ചിട്ട് നിൽക്കുകയാണെങ്കിൽ ബാക്കിയുള്ള പൈസയ്ക്ക് ഈ പറഞ്ഞ എത്രയാണോ ആനുവൽ ഭീമമായിട്ടുള്ള ഇൻട്രസ്റ്റിൽ നമ്മുടെ പൈസ ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ പിന്നെ സിബിൽ സ്കോറിനെയൊക്കെ എഫക്റ്റ് ചെയ്യും ഇതൊക്കെ. അപ്പോൾ ഇത്തരം ഡിസിപ്ലിനൊക്കെ മാനേജ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ മതി. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡാണ് നല്ലത്. പലർക്കും പല ഇത്, ചിലവരൊക്കെ പറയും 5 എണ്ണമൊക്കെ ഉള്ള നല്ലതാണെന്നൊക്കെ പറയും. എനിക്ക് തോന്നുന്നത് ഒരെണ്ണമാണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പോൾ അതിൽ ചിലപ്പോൾ ചില ആൾക്കാർക്കൊക്കെ 10 കാർഡുണ്ട്, അവർക്ക് കുറേ ആനുവൽ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്, അവർ ഫ്രീ ആയിട്ട് ലോകം മൊത്തം ചുറ്റുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ അവരൊക്കെ പ്രൊഫഷണൽ ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സാണ്. നമ്മൾ സാധാരണക്കാരൊന്നും അങ്ങനെയല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കൊക്കിൽ ഒതുങ്ങുന്ന രീതിയിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി എ ഗുഡ് വെപ്പൺ. ഇപ്പോൾ പണ്ടത്തേതിലും ആളുകൾ കൂടുതലും മെഡിക്കൽ ഇൻഷുറൻസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്, എല്ലാവരും തന്നെ. അപ്പം അത് എത്രത്തോളം നല്ലതാണ്, പോസിറ്റീവാണോ നെഗറ്റീവ്? പോസിറ്റീവ്, ഡെഫിനറ്റ്ലി പോസിറ്റീവ്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു ഇൻഷുറൻസ് ഇല്ലാത്തല്ല പ്രശ്നം, അണ്ടർ ഇൻഷുറൻസാണ്. ഇപ്പം എല്ലാവർക്കും പേരിന് 3 ലക്ഷത്തിനുണ്ടാവും. ഈ 3 ലക്ഷം പോരാ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഏതൊരു ഇൻഷുറൻസ് കമ്പനിക്കാർ കണക്കെടുത്തപ്പോൾ ഓൾമോസ്റ്റ് 75% ഇൻഷുറൻസ് എടുത്ത ആൾക്കാരും 3 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ ദാറ്റ് ഈസ് അണ്ടർ ഇൻഷുറൻസ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇപ്പം ഇത്തരം ആളുകൾക്കൊക്കെ ഇൻഷുറൻസ് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 3 ലക്ഷത്തിൻ്റെയൊക്കെ ഇൻഷുറൻസ് എടുക്കുന്ന ഒരു ശമ്പളം കിട്ടുന്ന ആൾക്കാർക്കാണ്. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ 3 ലക്ഷമൊക്കെ ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നാൽ സ്വന്തം പൈസ എടുത്ത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ ഇവർക്കൊക്കെ ഒറ്റയടിക്ക് ഒരു 25 ലക്ഷം രൂപ ബില്ല് വന്നു കഴിഞ്ഞാലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇവർക്ക് ശരിക്കും പറഞ്ഞ ഇൻഷുറൻസ് ഇല്ലാത്ത പോലെ തന്നെയാണ് ഈ 3 ലക്ഷത്തിന് എടുത്ത് വെച്ചേക്കണമെങ്കിൽ. അപ്പം ഇൻഷുറൻസ് ഉള്ളപ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 25 ലക്ഷം രൂപയ്ക്കൊക്കെ ഇപ്പോൾ എടുത്ത് വെക്കണമെങ്കിൽ നല്ലതായിരിക്കും. 3 ലക്ഷം വേണ്ടെന്നല്ല പറഞ്ഞത്, ദറ്റ് ഈസ് യു ക്യാൻ മാനേജ് ഇറ്റ്. പക്ഷേ ഒറ്റയടിക്ക് ഒരു 25 ലക്ഷം രൂപ ബില്ല് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോബ്ലം. സോ യു നീഡ് കവർ ഫോർ വാട്ട്? ഈ പറഞ്ഞ 25 ലക്ഷത്തിനാണ് കവർ വേണ്ടത്, മറ്റേ 3 ലക്ഷത്തിനല്ല. അക്കോർഡിംഗ് ടു യു, വാട്ട് ഈസ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ എന്താ പറയുക, ടെൻഷൻ അടിക്കാതെ സ്പെൻഡ് ചെയ്യാൻ പറ്റണം, ദാറ്റ്സ് ഓൾ. ഇപ്പോൾ പെട്രോൾ അടിക്കുന്ന ടൈമിൽ എത്ര ബില്ല് വരും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് എൻ്റെയൊക്കെ ഒരു സ്വഭാവം അനുസരിച്ച് എന്നോടിപ്പോൾ മോളും വൈഫൊക്കെ ഒരു കടയിൽ ചെന്നിട്ട് ഡ്രസ്സ് ചോദിക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് കണ്ടു പോണത് എത്ര ബില്ലുണ്ടെന്നുള്ള പ്രൈസ്. ഐ ഡോണ്ട് നോ, ദാറ്റ് ഈസ് ഫ്രം ദ ബിഗിനിങ് ഐ ഓൾവേസ് ഹാവ് ദാറ്റ്. അതൊന്നും ആലോചിക്കാതെ സ്പെൻഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു കഴിവ്, അതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ആൻഡ് you should be kind of have a predictable ability to spend. ഇപ്പോൾ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസവും കാര്യങ്ങൾക്കൊക്കെ യു ഷുഡ് ബി കോൺഫിഡൻറ്റ് ദാറ്റ് എന്നെക്കൊണ്ട് പറ്റും എന്നുള്ളത്. അതിലൊരു അനിശ്ചിതത്വം ഉണ്ടാവരുത്. അതിന് നമുക്ക് അതിനുള്ളൊരു കയ്യിൽ പൈസ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ യു ആർ ടേക്കിങ് എ റിട്ടയർമെൻറ്റ് അറ്റ് വാട്ട് എവർ ഏജ് യു വാണ്ട് ടു, ആ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവണം, എനിക്ക് വിതൗട്ട് വറിയിങ് ഐ ഹാവ് ദ എബിലിറ്റി ടു ടേക്ക് റിട്ടയർമെൻറ്റ്. ഇപ്പോൾ ടാർഗറ്റ് എത്തുള്ളൂ. നമ്മൾ 100 വർഷം ജീവിച്ചിരുന്നാൽ ഇനി വയസ്സിൽ നിങ്ങൾ റിട്ടയർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ ആ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ് ക്യാൻ യു ലീഡ് എ ലൈഫ് വിത്ത് ഏതൊക്കെ ലൈഫ് സ്റ്റൈൽ ആഗ്രഹിക്കുന്നോ ആ ലൈഫ് ആലോചിക്കാൻ പറ്റണമെങ്കിൽ യു ആർ ഫിനാൻഷ്യലി സ്റ്റേബിൾ. 20 to 30 ആളുകൾക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വേണ്ട അല്ലെങ്കിൽ അവർ പാലിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ട്? വളരെ സിമ്പിളാണ്. ഇവർക്കൊക്കെ ശരിക്കും അന്ന് ആഗ്രഹം മാത്രം മതി, ആഗ്രഹം മാത്രം മതി, അവർക്ക് എത്താൻ പറ്റും. പലപ്പോഴും ആ ടൈമിൽ നമ്മളിതിനെ നെഗ്ലക്റ്റ് ചെയ്യും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആൻഡ് അന്ന് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ 10% നിങ്ങളെ സേവ് കൊടുക്കാൻ തയ്യാറാവും. അവിടെ നിന്ന് എല്ലാം നേരെയുള്ളൂ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. ആൻഡ് ഓൾവേസ് ഹാവ് ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടേഷൻ. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ചെറിയ പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നോ നീഡ് ഓഫ് ഫിനാൻഷ്യൽ അഡ്വൈസ് ഓർ എനിത്തിങ്, ജസ്റ്റ് ഇൻവെസ്റ്റ്. പക്ഷേ എൻ്റെ എപ്പോഴുള്ള റിക്വസ്റ്റ് വെച്ചാൽ ഒരു 20 വയസ്സുള്ള ആൾക്കാണെങ്കിലും ഹാവ് എ ഡ്രീം. അവനവൻ്റെ സമ്പാദ്യം കൊണ്ട് മിനിമം ഒരു 10 ലക്ഷമെങ്കിലും വേണമെന്നുള്ളത്. അല്ലാണ്ട് വീട്ടുകാരുടെ കാശിനല്ല, അവനവൻ്റെ ഒരു സമ്പാദ്യം എന്നുള്ള രീതിയിൽ
ഞാൻ 10 ലക്ഷം ഞാനിപ്പോൾ കുറച്ച് പറഞ്ഞതാണ്, പക്ഷേ 1 കോടിയെങ്കിലും വേണമെന്നേ. ഐ തിങ്ക് 1 കോടി ഇസ് നോട്ട് എ ബിഗ് ഫിഗർ ഉണ്ടാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഇപ്പോൾ ഓരോ കമ്പനികളിലെ ഓണേഴ്സൊക്കെ നോക്കണേ, ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ വി ഗാർഡിൻ്റെ ഓണേഴ്സൊക്കെ ശരിക്കും പറഞ്ഞാൽ ദർ ലൈക്ക് മേ ബി 10,000 crore അതൊക്കെയാണ് അവരുടെ ആസ്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ 1 കോടി ചെറിയ ഫിഗറാണ്. പക്ഷേ നമ്മളിപ്പോൾ ഒരു ചെറിയ ഫെർട്ടനിറ്റിയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ 1 കോടി ലുക്കിംഗ് ലൈക്ക് എ ബിഗ് ഫിഗർ. കാരണം 1 കോടിക്ക് ഭയങ്കര മാജിക്കാണ്. ഇത്രയും ആലോചിക്കേണ്ട കാര്യമുള്ളൂ 20 വയസ്സ് ആൾക്ക്. എനിക്ക് 1 കോടി എന്ന് എത്താൻ പറ്റും, അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദാറ്റ് ഈസ് എ ബിഗിനിങ്. 1 കോടി എത്തിക്കഴിഞ്ഞാൽ മാജിക് നമ്പർ. കാരണം വെച്ചാൽ 1 കോടി എത്തിക്കഴിഞ്ഞാൽ 10% 1 കോടിക്ക് ഉണ്ടാവണമെങ്കിൽ തന്നെ എല്ലാ വർഷവും 10 ലക്ഷം രൂപ വെറുതെ കിട്ടും. പിന്നെ ഈ 1 കോടി എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഇഫ് യു ക്യാൻ കീപ് ദാറ്റ് മണി ഇൻ സ്റ്റോക്ക് മാർക്കറ്റ് ആൻഡ് ദാറ്റ് വിൽ ഗ്രോ അറ്റ്ലീസ്റ്റ് 7 years ഡബിൾ ആവും, 6 years ഡബിൾ ആവും. 12% ആണെങ്കിൽ 12 years ഡബിൾ ആവുമെന്ന് വെച്ചാൽ ഒന്നാലോചിച്ച് നോക്ക്. 1 കോടി എന്ന് വെച്ചാൽ 2 കോടി 6 വർഷത്തിലാവും. 12 വർഷത്തിൽ 4 കോടിയാവും. ഓക്കെ, 18 വർഷത്തിൽ 4 കോടി എന്ന് പറഞ്ഞാൽ 8 കോടിയാവും. അപ്പോൾ 20 വയസ്സായ ആൾക്ക് 38 വയസ്സാകുമ്പോഴേക്കും ഈ പറഞ്ഞ 8 കോടി കയ്യിലാവും. സോ ഈ ഡബിളിങ് യു നീഡ് ടു നോ ഹൗ ടു ഡബിൾ ആൻഡ് ആ ഡബിളിങ് ഷുഡ് ബി എ സൈസബിൾ മണി. അപ്പോൾ ഈ 20 വയസ്സായ ആൾക്ക് 30ാമത്തെ വയസ്സിലേക്ക് 1 കോടി എന്നുള്ള നമ്പറിലേക്ക് എത്താൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്ക്, ഇയാൾക്ക് 50ാമത്തെ വയസ്സിലൊക്കെ ആകുമ്പോഴേക്കും പിന്നെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞിട്ടോ പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാൾക്ക് പറയാണ് എൻ്റെ ജോലി പോയി, ഓക്കെ നീ ഒരു 5 ലക്ഷം എടുക്കുക, എന്നിട്ട് പോയിട്ട് ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ പറയും ഒരു പശുവിന് വാങ്ങി കൊടുക്കാന്നുള്ളത്, പാൽ ഉണ്ടാക്കിയിട്ട് ചെയ്യണമെങ്കിൽ ഇനി അവനോട് ഒരു 5 ലക്ഷം എടുത്തിട്ട് പറയണം നീ ഒരു ഊബർ ഓടിക്കുക എന്ന് പറഞ്ഞ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ 5 ലക്ഷം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോഴും അറിയിക്കണം ആ 5 ലക്ഷം അവൻ തിരിച്ചു തന്നില്ലെങ്കിലോ. നമ്മുടെ കയ്യിൽ 10 കോടി ഉണ്ടെങ്കിൽ 5 ലക്ഷം തിരിച്ചു തന്നില്ല നമുക്ക് എന്താ കുഴപ്പം? അപ്പോൾ സോ യു ക്യാൻ ഏബിൾ ടു ഹെൽപ്പ് പീപ്പിൾ ആൻഡ് പിന്നെ അപ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. സാറിൻ്റെ ഇതിൽ സാർ ഫ്യൂച്ചറിൽ ഇനി ആരംഭിക്കാൻ പോകുന്ന എന്തെങ്കിലും പ്രോജക്ട്സോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പ്രോജക്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണ തന്നെ ഒന്നും കൂടി നന്നാക്കി ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുള്ളൂ. ഇപ്പോൾ ചെയ്ത് തന്നെ എനിക്ക് ഒന്നും കൂടി എഫക്റ്റീവായിട്ട് ചെയ്യണം. എനിക്ക് തോന്നുന്നു ഇത് എനിക്ക് എന്തുകൊണ്ട് നേരത്തെ തുടങ്ങിക്കൂടാന്ന് ഞാനിപ്പോഴും ആലോചിക്കാറുണ്ട് ഇപ്പോൾ ചെയ്യണത്. പിന്നെ എൻ്റെ റീച്ചബിലിറ്റി ഒന്നുകൂടി കൂട്ടണം, ഞാനിപ്പോൾ പറയണത് ഒന്നുകൂടി സിമ്പിളാക്കണം. പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലും എൻ്റെ ക്ലയൻറ്റ്സ് തന്നെ ഇപ്പോൾ ചിലപ്പോൾ പണ്ടൊക്കെ മാസം ഒരു 25,000 രൂപ 1 ലക്ഷം രൂപ മാസം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ധൈര്യമില്ലാത്ത കസ്റ്റമേഴ്സായിരുന്നു. ഇപ്പോൾ അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അടുത്ത് തന്നെ വന്നിട്ട് ചിലപ്പോൾ കോടിക്കണക്കിൻ്റെ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റായി. അപ്പോൾ ഐ വാണ്ട് ടു തിങ്ക് മോർ ലൈക്ക് 2 വിധത്തിൽ. ഒരു 10 കോടിയിൽ നിന്ന് എങ്ങനെ അയാളെ 100 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റും, അല്ലെങ്കിൽ 1 കോടിയിൽ നിന്ന് അവരെ എങ്ങനെ 25 കോടിയിലേക്ക് എത്തിക്കാൻ പറ്റും. സോ ഐ വാണ്ട് ടു തിങ്ക് മോർ ഓഫ് ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ ഒരു ഒന്നുമില്ലാത്തവരെല്ലാം കടത്തി എന്നൊക്കെ ചെയ്യണം ഞാൻ കുറേ ഐ തിങ്ക് ഐ എം കൈൻഡ് ഓഫ് കോൺട്രിബ്യൂട്ടിങ് അലോട്ട്. ഐ വാണ്ട് ടു കണ്ടിന്യൂ ദാറ്റ്. കാരണം ആ സെഗ്മെൻറ്റ് എന്നും ഉണ്ടാവും, അതായിരിക്കും എന്ത് പറഞ്ഞാലും 80% ഓഫ് ക്രൗഡ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ക്ലയൻസിനോടൊപ്പം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പൈസ കൂടുന്തോറും അവർ ഒന്നും കൂടി നല്ല മനുഷ്യരാവണം. അപ്പോൾ ഐ ഫീൽ ദാറ്റ് ഇൻ എ വേ ഐ എം കോൺട്രിബ്യൂട്ടിങ് ടു മൈ സൊസൈറ്റി. ആൻഡ് അതോടൊപ്പം തന്നെ ഇതൊരു ദൈവാനുഗ്രഹമുള്ള ജോലിയാണ്. ദിസ് ഇസ് ഇറ്റ് സെൽഫ് ഈസ് എ ഗുഡ്നെസ്. ചാരിറ്റി എന്നല്ല, ഇറ്റ്സ് എ പ്രൊഫഷൻ. ഇപ്പം ചില ടൈമിലൊക്കെ നമ്മൾ ചോദിക്കണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന തന്നെ ജോലിയാണ്. ഐ തിങ്ക് എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് പ്രാർത്ഥന ഈസ് യുവർ ജോലി. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ എനിക്കൊരു റിഗ്രറ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റണം ഈ സാധനം ഞാൻ ചെയ്ത്. പിന്നെ എനിക്ക് പ്രീസ്റ്റുകൾ ഇപ്പോൾ ഹിന്ദുസിലായാലും മുസ്ലിംസിലായാലും ക്രിസ്ത്യൻസിലായാലും പ്രീസ്റ്റുകൾ നമുക്ക് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ടൈമിൽ എന്നെ ഒന്ന് ആലോചിക്കണമെന്ന്. വേറെ ഒന്നിനല്ല, അവർ ഗോഡിൻ്റെ കുറച്ചും കൂടി അടുത്തിരുന്നിട്ട് അവർ പ്രാർത്ഥിക്കാനുള്ളത്. ആ സമയത്ത് നമ്മുടെ പേര് ഓർക്കുമ്പോൾ നമുക്ക് നല്ലൊരു ബുദ്ധി തരാനായിട്ട് ദൈവം ഒന്നും കൂടി നല്ല മനസ്സ് കാണിക്കും. അപ്പം കുറേ അധികം ഇൻഫർമേഷൻസ് നമുക്ക് അറിയില്ലാത്തതും ഒക്കെ ആയിട്ടുള്ള കുറേ അധികം ഇൻഫർമേഷൻസ് എന്താണെങ്കിലും സാറിന് പാസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഓഡിയൻസിനും അത് നല്ല രീതിയിൽ അവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലേക്ക് എത്താനായിട്ട് അവർക്കും ഹെൽപ്പ് ചെയ്യും എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം. സാറിനും വിചാരിക്കുന്നിടത്തൊക്കെ എത്താൻ പറ്റട്ടെ. സാറിൻ്റെ ഒരു ഫ്യൂച്ചറിലാണെങ്കിലും ഇനിയാണെങ്കിലും സാർ എത്താൻ പറ്റുന്നിടത്തൊക്കെ എത്താൻ പറ്റട്ടെ.
താങ്ക് യു സോ മച്ച്. താങ്ക് യു. വളരെ സന്തോഷം കാജൽ ഇതിന് വിളിച്ചതിനും. നിങ്ങളൊക്കെ സിനിമയിലൊക്കെ വർക്ക് ചെയ്യണ സെലിബ്രിറ്റി ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഐ എം സോ ഹംബിൾ ടു സിറ്റ് നെക്സ്റ്റ് ടു യു. ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ പറയണ എന്താ പറയുക, ഇപ്പം വല്ല മഞ്ജു വാര്യർ അവരെയൊക്കെ പോലെ നിങ്ങളും ആവട്ടെ. അപ്പോൾ എനിക്ക് നാളെ പറയാമല്ലോ ഞാൻ കാജലിൻ്റെ ഒപ്പം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. Krishna Leela, Joy Alucas, world's favorite jeweler.